ഇനി നമ്മൾ പോകുന്നത് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ സ്ഥലം മാറ്റ വിഷയത്തിൽ സർക്കാരിന് ഇന്ന് നിർണായക ദിനം. ആ ഒരു വാർത്തയിലേക്കാണ്. സ്ഥലം മാറ്റം തടഞ്ഞ് ട്രിബ്യൂണൽ ഉത്തരവ് ചോദ്യം ചെയ്തുള്ള സർക്കാർ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഡോക്ടർ KJ റീന ഗുരുതര അച്ചടക്ക ലംഘനം നടത്തിയെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ റീനയ്ക്കാണെങ്കിലും സർക്കാരിനാണെങ്കിലും വളരെ നിർണായകമായൊരു ദിവസം തന്നെയാണ്. പ്രത്യേകിച്ച് ഹൈക്കോടതി വിധി റീനയ്ക്ക് അനുകൂലമാവുകയാണെങ്കിൽ സർക്കാരിന് അത് വലിയ തിരിച്ചടിയാവും. പ്രത്യേകിച്ച് മുരളീധരൻ എന്ന് പറഞ്ഞതാണ്, തുരപ്പൻ പണി കാണിക്കുന്നവരെ ആരെയും വച്ചു പൊറപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു നിർണായക ദിനം എന്ന് തന്നെ പറയണം, അല്ലേ? ഷീജ, തീർച്ചയായും സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ വലിയ തരത്തിൽ പടർന്ന് പിടിക്കുന്ന ഒരു സാഹചര്യം, അത് ആ തരത്തിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു നീക്കം ഉണ്ടായത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അച്ചടക്ക ലംഘനമടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു KJ റീനയെ സർക്കാർ സ്ഥാനത്ത് നിന്ന്, ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് റീന ട്രിബ്യൂണലിനെ സമീപിക്കുന്നു. ആ നടപടി വളരെ ശക്തമായി തന്നെ ട്രിബ്യൂണൽ ഈ സർക്കാരിന്റെ ഭാഗങ്ങൾ കേൾക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് 2 ആഴ്ചത്തേക്ക് ആ പദവിയിൽ തുടരാനുള്ള നീക്കം അല്ലെങ്കിൽ അനുമതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആ ഹൈക്കോടതി ഇന്നലെ ഈ ഹർജി പരിഗണിച്ചിരുന്നു. ആ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി കേൾക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ പരിശോധിക്കാനൊക്കെ തീരുമാനിക്കുകയും, പക്ഷെ ആ സമയത്ത് തന്നെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു തരത്തിലും ഈ ട്രിബ്യൂണൽ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി തയ്യാറായിരുന്നില്ല. അത് സർക്കാരിനെ സംബന്ധിച്ച് ഇന്നലെ തന്നെ തിരിച്ചടിയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ ഈ കാര്യത്തിൽ, അതായത് ഈ ട്രിബ്യൂണൽ ഉത്തരവ് ചോദ്യം ചെയ്തുള്ള സർക്കാരിന്റെ ഹർജിയിൽ ഹൈക്കോടതി വിധി പറയുകയാണ്. ആ വിധി റീനയ്ക്ക് അനുകൂലമാണെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കാരണം ഇക്കാര്യത്തിൽ ഏറ്റവും ശക്തമായി നിലപാടെടുത്തത് ആരോഗ്യമന്ത്രിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് തുരപ്പൻ പണി ചെയ്യുന്നവരാരും സർവീസിലുണ്ടാവില്ല, സർക്കാരിന്റെ ഭാഗമായി ഉണ്ടാകില്ല എന്നൊരു നിലപാട്, ആ പദവിയിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് വളരെ കൃത്യമായി ആരോഗ്യമന്ത്രി പറഞ്ഞത്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ആ കാര്യത്തിൽ ഉണ്ടാകുന്ന കർശന നിർദ്ദേശം ആരോഗ്യമന്ത്രി മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലം നിൽക്കുന്നു. മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടിയിലെ ചില നേതാക്കൾ തന്നെ ഈ സർക്കാരിന്റെ തീരുമാനത്തെ, മുരളീധരന്റെ തീരുമാനത്തെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്തു നമ്മൾ കണ്ടതാണ്. അതേസമയം തന്നെ പ്രതിപക്ഷം ഉയർന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയധികം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ ഇങ്ങനൊരു നീക്കം എന്തിനാണ് എന്നുള്ളതാണ്. ഏകോപനത്തിലെ വലിയ പോരായ്മ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് സർക്കാരിനും നേരത്തെ ബോധ്യപ്പെട്ടതാണ്. കാരണം ആരോഗ്യമന്ത്രി പറയുന്ന കാര്യങ്ങളായിരുന്നില്ല പല സമയത്തും കളക്ടർമാരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് തമ്മിൽ ചില അന്തരമുണ്ടാകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു നടപടി ഉണ്ടായതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഉദ്യോഗസ്ഥർ രണ്ടുപേരും, അതായത് താൽക്കാലിക ചുമതല നൽകിയ ആളും അതുപോലെ തന്നെ റീനയും ഒരേ ഓഫീസിൽ തുടരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും ഈ കാര്യത്തിൽ, അതായത് ട്രിബ്യൂണൽ നൽകിയ ഈ 2 ആഴ്ചത്തെ സമയം ഹൈക്കോടതി തുടർന്ന് നൽകാൻ തീരുമാനിച്ചാൽ സർക്കാരിനെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. മറിച്ചുള്ള നീക്കമാണെങ്കിൽ നിയമപോരാട്ടം തുടരും എന്ന് തന്നെയാണ് റീനയും വ്യക്തമാക്കിയിട്ടുള്ളത്. ശ്രീജ. ശരി പ്രശാന്ത്, എന്തായാലും ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ സ്ഥലം മാറ്റ വിഷയത്തിൽ സർക്കാരിനും ഒപ്പം റീനയ്ക്കും ഇന്ന് നിർണായകമായൊരു ദിനം തന്നെയാണ്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു KK പ്രശാന്ത്.